പെരുന്നാള് വരുന്നു. മുഅ്മിനെ, ആർക്കാണ് പെരുന്നാള്? കേവലം പുതിയ കുപ്പായം വാങ്ങിയവനാണോ പെരുന്നാള്? ആർക്കാണ് പെരുന്നാള്? നേരത്തെ ഇവിടെ ഖുത്ബയിൽ നിങ്ങൾ കേട്ടില്ലേ, ഞാനും കേട്ടില്ലേ? പെരുന്നാള് ആരാണ്? ഈ ഖുത്ബയിൽ വെച്ച് ഒരു നാട്ടിലെ നമ്മുടെ സ്നേഹജനങ്ങളായ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ഇവിടുന്ന് ദുആ ചെയ്തപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, മീനിങ് എന്താണെന്ന് ചിലപ്പോൾ വേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിലും ഗസ്സ എന്ന് കേട്ടപ്പോഴേക്ക് അല്ലാഹു മൻസുർ ഇഖ്വാനൽ മുസ്ലിമീന ഫീ ഗസ്സ, ഗസ്സയിലെ ഞങ്ങളെ സ്നേഹജനങ്ങളായ മുസ്ലിമീങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്, അവരുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ് എന്നിങ്ങനെ പറയുമ്പോ ഞങ്ങളൊക്കെ ഉറക്കെ ആമീൻ പറഞ്ഞില്ലേ? എന്തിനാണ് ആമീൻ പറഞ്ഞത്? ഗസ്സക്ക് വേണ്ടി ദ്വാരക്കാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. പ്രൊട്ടസ്റ്റ് എല്ലായിടത്തും നടക്കുന്നുണ്ട്. UK-യിൽ ചെന്നപ്പോൾ അവിടെയും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് ചെന്നു, ഞങ്ങള് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് ചെന്നു, ലണ്ടനിലുള്ള ഇംപീരിയൽ യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് ചെന്നു. അവിടൊക്കെ പോയി നോക്കുമ്പോൾ അവിടെയൊക്കെ ഗസ്സയിലെ മനുഷ്യ മക്കൾക്ക് വേണ്ടി അവരെ അനുകൂലിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. യുണൈറ്റഡ് കിങ്ഡമിൽ പോലും പരസ്യമായി ഫലസ്തീനിന്റെ പതാക കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുആയിൽ കേവലം വെള്ളിയാഴ്ചയിൽ മാത്രം ഒതുങ്ങിയാ പോരാ. നമ്മുടെ കൂട്ടമായ ദുആകളിലും നമ്മുടെ ഒറ്റപ്പെട്ട ദുആകളിലും ഈ റമളാൻ വിട പറയുന്ന പെരുന്നാൾ കടന്നു വരുന്ന ഈ സമയം ഒരു പ്രതിജ്ഞയെടുക്കണം. ഗസ്സയിലെ നമ്മുടെ മുസ്ലിം സ്നേഹജനങ്ങൾക്ക് വേണ്ടി അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മുടെ പെരുന്നാള് അവരെ മറന്നുകൊണ്ടുള്ള ഒരു പെരുന്നാളാകരുത്. ആഡംബരത്തിന്റെ കുപ്പായങ്ങൾ നമ്മൾ മാറ്റിവെക്കണം. നല്ല കുപ്പായം ധരിക്കുക സുന്നത്താണ്, പുതിയ കുപ്പായം ധരിക്കുക സുന്നത്താണ്. എന്നാലും ആഡംബരത്തിന്റെ കുപ്പായങ്ങൾ നമ്മൾ മാറ്റിവെക്കുക. ഇതുപോലെ തന്നെ പെരുന്നാൾ ദിവസം നല്ല ഭക്ഷണം ഉണ്ടാക്കണം. അന്ന് നോമ്പ് നോൽക്കുന്നത് ഹറാമാണ്, നല്ല ഭക്ഷണം ഉണ്ടാക്കണം. എന്നാലും ഗസ്സയിലെ മുസ്ലിമീങ്ങളെ മറന്നുകൊണ്ട് ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണതയോ ഒരു സ്വഭാവമോ മുസ്ലിം വീടുകളുടെ അകത്തളങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.